നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളുമായി ഗൾഫ് ടുഡേ ആരംഭിക്കുകയാണ്. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച 15 സമാധാന പദ്ധതി തള്ളിക്കളഞ്ഞ് ഇറാൻ. ട്രംപിന്റേത് അമിതാധികാര പ്രയോഗമാണെന്ന് തുറന്നടിച്ച ഇറാൻ യുദ്ധം അവസാനിക്കാൻ 5 നിർദ്ദേശങ്ങൾ ട്രംപിന് മുന്നിൽ വെച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരം പൂർണ്ണമായും ഇറാന് കൈമാറണമെന്നാണ് പ്രധാന ആവശ്യം. അതിനിടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ ഈ ആഴ്ച തന്നെ പാകിസ്ഥാനിൽ നടക്കുമെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി മേധാവി അറിയിച്ചു. പാകിസ്ഥാൻ വഴി ഡൊണാൾഡ് ട്രംപ് കൈമാറിയ 15 സമാധാന പദ്ധതി പൂർണ്ണമായും തള്ളിയാണ് ഇറാൻ ഇന്ന് രംഗത്തെത്തിയത്. ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമിതാധികാര പ്രയോഗമാണെന്ന് തുറന്നടിച്ച ഇറാൻ യുദ്ധം എപ്പോൾ നിർത്തണമെന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണെന്നും അറിയിച്ചു. അതിനിടെ അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങൾക്ക് പകരമായി 5 നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചു. മേഖലയിലെ ആക്രമണവും കൊലപാതകങ്ങളും അവസാനിപ്പിക്കുക, ഇറാനെതിരെ വീണ്ടും യുദ്ധമുണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുക, യുദ്ധത്തിന്റെ ഭാഗമായി സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ ഈ ആഴ്ച തന്നെ പാകിസ്ഥാനിൽ വെച്ച് നടന്നേക്കുമെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി സൂചന നൽകി. അതിനിടെ യുദ്ധോപകരണങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആയുധ കമ്പനികൾക്ക് പെന്റഗൺ നിർദ്ദേശം നൽകി. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ബ്രിട്ടനും ആതിഥേയത്വം വഹിക്കും. 30ഓളം രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സഖ്യവും ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24. GCC രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ ആക്രമണങ്ങളെ അപലപിച്ച UN മനുഷ്യാവകാശ കൌൺസിൽ. ഇറാൻ നടത്തുന്നത് ക്രൂരമായ ആക്രമണം. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നടപടികളെ കൌൺസിൽ അപലപിച്ചു. 6 GCC രാജ്യങ്ങളും ജോർദനും കൊണ്ടുവന്ന പ്രമേയത്തെ 47 അംഗ കൌൺസിൽ പിന്തുണച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാമെന്ന് അറിയിച്ച ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദലട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. ചർച്ച നടത്താനുള്ള ട്രംപിന്റെ നീക്കത്തെ ഈജിപ്ത് പിന്തുണയ്ക്കുന്നുവെന്നും വിദേശകാര്യമന്ത്രി. സൗദി അറേബ്യയിൽ കുടുങ്ങിപ്പോയ സന്ദർശക വീസക്കാർക്കും ഉംറ തീർത്ഥാടകർക്കും ആശ്വാസ വാർത്ത. വീസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ സൗദി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി. മേഖലയിലെ നിലവിലെ സാഹചര്യം പരിഗണിച്ച് ഭരണകൂടം നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി. ഏപ്രിൽ 18-നകം ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി മടങ്ങാമെന്നും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം യാത്ര തടസ്സപ്പെട്ട 10,000-കണക്കിന് വിദേശികൾക്കാണ് സൗദി ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനം തുണയാകുന്നത്. വീസ കാലാവധി തീർന്നവർ ഏപ്രിൽ 18-നകം സൗദിയിൽ നിന്ന് മടങ്ങിയാൽ മതി എന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. 2026 ഫെബ്രുവരി 25 മുതൽ വീസ കാലാവധി അവസാനിച്ചവർക്കാണ് ഈ ഇളവുകൾ ബാധകം. ഫാമിലി വിസിറ്റ് വിസ ഉൾപ്പെടെ എല്ലാത്തരം സന്ദർശക വിസകൾക്കും ഇത് ബാധകമാണ്. കൂടാതെ ഉംറ വിസ, ട്രാൻസിറ്റ് വിസ, ഫൈനൽ എക്സിറ്റിലുള്ളവർ എന്നിവർക്കും ഇതിന്റെ ഗുണം ലഭിക്കും. ഇത്തരക്കാർക്ക് യാതൊരുവിധ പിഴയോ അധിക ഫീസോ നൽകാതെ തന്നെ രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വഴി നേരിട്ട് നാട്ടിലേക്ക് മടങ്ങാം. ഇതിനായി വിസ പുതുക്കേണ്ടതില്ല. പാസ്പോർട്ട് ഓഫീസുകളിലോ മറ്റു മന്ത്രാലയങ്ങളിലോ മുൻകൂട്ടി അനുമതി തേടി പോകേണ്ടതില്ല. വിമാനത്താവളങ്ങളിലെ ഇമിഗ്രേഷൻ കൌണ്ടറുകളിൽ വെച്ച് തന്നെ നടപടികൾ ലളിതമായി പൂർത്തിയാക്കാം. എന്നാൽ ഏപ്രിൽ 18-നകം മടങ്ങാത്തവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഹജ്ജ് സീസൺ കാരണമാണ് ഏപ്രിൽ 18 എന്ന സമയപരിധി വെച്ചിരിക്കുന്നത്. അതേസമയം സൗദിയിൽ തന്നെ തുടരാൻ യോഗ്യതയുള്ളവർക്ക് വിസ നീട്ടി നൽകാനും സൗകര്യമുണ്ട്. സന്ദർശകരെ ഹോസ്റ്റ് ചെയ്തവർക്ക് അബ്ഷിർ പ്ലാറ്റ്ഫോം വഴി ഇതിനായി അപേക്ഷിക്കാം. അബ്ഷിറിലെ തവാസുൽ സർവീസ് വഴി ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് വിസ പുതുക്കാവുന്നതാണ്. ജലീൽ കണമകലം, 24, ജിദ്ദ. ഇറാനെതിരായ സൈനിക നേട്ടത്തിന് തുരങ്കം വെക്കുന്നത് തീവ്ര ഇടതുപക്ഷമാണെന്ന് ആരോപിച്ച് ട്രംപ്. ഇറാനെതിരായ യുദ്ധം മഹത്തായ സൈനിക നേട്ടം, എന്നാൽ രാഷ്ട്രീയ എതിരാളികൾ അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇടതുപക്ഷ തീവ്രവാദികളും ഡെമോക്രാറ്റുകളും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയയിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. വിലവർധന രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഡീസൽ വിലയിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 36% വർധനയാണ് രേഖപ്പെടുത്തിയത്. അവശ്യ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് ചിന്നു ജെറാഡ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിൽ ഇന്ധനവില കുതിച്ചുയരുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കിയേക്കുമെന്ന ആശങ്കയിലാണ് രാജ്യം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കം ആഗോള ക്രൂഡ് ഓയിൽ വിപണിയെ സാരമായി ബാധിക്കുമെന്നും ഇത് രാജ്യത്തെ പമ്പുകളിലെ വില ഇനിയും ഉയർത്തുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.
പുതുതായി പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം ഡീസൽ വില 2 ആഴ്ചയ്ക്കുള്ളിൽ 36% വർദ്ധിച്ച് ലിറ്ററിന് $3 വരെ എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന എക്സൈസ് തീരുവയിലെ താൽക്കാലിക വെട്ടിക്കുറവ് പിൻവലിച്ചതോടെയാണ് ഈ വില വർധനവ് രൂക്ഷമായത്. ഓസ്ട്രേലിയൻ വീടുകളിലേക്ക് എത്തേണ്ട 90% സാധനങ്ങളും റോഡ് മാർഗം എത്തിക്കുന്നത് ട്രക്കുകളാണ്. ഈ സാഹചര്യത്തിൽ ഡീസൽ വില വർധനവ് ചരക്ക് ഗതാഗത മേഖലയ്ക്ക് വലിയ ഭാരമായി മാറിയിട്ടുണ്ട്. ഇത് അവശ്യ വസ്തുക്കളുടെ വില വർധനവിനും സാധാരണക്കാരുടെ ജീവിത ചെലവ് കൂടുന്നതിനും ഇടയാക്കും. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദകരിൽ ഒന്നായ ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എണ്ണ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ആഗോള എണ്ണവില കുത്തനെ ഉയരും. ഇത് ഓസ്ട്രേലിയയുടെ പണപ്പെരുപ്പ് നിരക്കിനെയും പലിശ നിരക്കിനെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യങ്ങൾ ഓസ്ട്രേലിയൻ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരമാണ് നൽകുന്നത്. ആഗോള സംഭവ വികാസങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങളും വ്യവസായ മേഖലയും. ചിന്നു ജെറാഡ്, 24 ന്യൂസ്, ഓസ്ട്രേലിയ. UAEയിൽ ശക്തമായ മഴ തുടരുന്നു. പ്രധാന റോഡുകളിൽ വെള്ളം കയറി. ഫിജാരയിൽ ആലിപ്പഴ വർഷവും മിന്നൽ പ്രളയവും ഉണ്ടായി. 2 ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. UAEയിൽ 2 ദിവസമായി തുടരുന്ന മഴ ഇന്ന് വീണ്ടും ശക്തമായി. അബുദാബിയിലും ദുബായിലും ശക്തമായ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയാണ് ഉണ്ടായത്. പ്രധാന റോഡുകളിൽ വെള്ളം കയറി. പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് പലയിടങ്ങളിൽ നിന്നും വെള്ളം നീക്കിയത്. ഷെയ്ഖ് സായിദ് റോഡ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വാഹനങ്ങളുടെ വേഗത കുറച്ചു. ഷാർജ, അജ്മാൻ തുടങ്ങിയ എമിറേറ്റുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളമിറങ്ങാൻ സമയമെടുക്കും. ഫുജൈറയിൽ മിന്നൽ പ്രളയവും ആലിപ്പഴ വർഷവും ഉണ്ടായി. തടാകങ്ങൾ അപകടകരമായ നിലയിൽ നിറഞ്ഞൊഴുകുകയാണ്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ബീച്ചുകൾ താൽക്കാലികമായി അടച്ചു. മഴബാധിത പ്രദേശങ്ങളിൽ നമസ്കാരം വീടുകളിലാക്കണമെന്ന് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം വിലയിരുത്തി തൊഴിലാളികൾക്ക് വർക്ക് ഫ്രം ഹോം നൽകുന്നത് പരിഗണിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. നാളെയും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. 24 ദുബായ്. കാന്റർബറിയിലെ പുതിയ ആർച്ച് ബിഷപ്പായി സാറാ മുലേലി ഔദ്യോഗികമായി സ്ഥാനമേറ്റു. കാന്റർബറി ആർച്ച് ബിഷപ്പ് പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് സാറാ മുലേലി. ബ്രിട്ടന്റെ ആത്മീയ രംഗത്തെ സുപ്രധാന പദവിയാണ് കാന്റർബറി ആർച്ച് ബിഷപ്പ് സ്ഥാനം. ബ്രിട്ടീഷ് രാജാവിനെയും രാജ്ഞിയെയും വാഴിക്കാൻ ചുമതലപ്പെട്ട ആത്മീയ നേതാവാണ് കാന്റർബറി ആർച്ച് ബിഷപ്പ്. കാന്റർബറിയിലെ 106ാമത് ആർച്ച് ബിഷപ്പായാണ് മുലേലി ചുമതലയേറ്റത്. കാന്റർബറി കത്തീഡ്രലിലായിരുന്നു ഔദ്യോഗിക സ്ഥാനമേൽക്കൽ ചടങ്ങ്. സൗദി അറേബ്യയിൽ ഓൺലൈൻ ഷോപ്പിംഗ് സേവനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കി ലുലു ഹൈപ്പർ മാർക്കറ്റ്. അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ പരിഷ്കരിച്ച ലുലു ഷോപ്പിംഗ് ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ഇനി മിനിറ്റുകൾക്കുള്ളിൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തും. ഷോപ്പിംഗിനൊപ്പം വൻ ലാഭം നേടാൻ സഹായിക്കുന്ന ആകർഷകമായ കൂപ്പൺ കോഡുകളും ലുലു ഇതിന്റെ ഭാഗമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ഓൺലൈൻ ഷോപ്പിംഗ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് തുടക്കമിട്ടിരിക്കുന്നത്. റിയാദ്, ദമാം, ജിദ്ദ ഉൾപ്പെടെ സൗദിയുടെ എല്ലാ ഭാഗങ്ങളിലും ഇരട്ടി വേഗത്തിൽ സാധനങ്ങൾ എത്തിക്കുന്ന രീതിയിലാണ് ഓൺലൈൻ സേവനങ്ങൾ പരിഷ്കരിച്ചിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലുലു ഷോപ്പിംഗ് ആപ്പും വെബ്സൈറ്റും അപ്ഗ്രേഡ് ചെയ്തതോടെ ഉപഭോക്താക്കൾക്ക് തങ്ങൾക്കാവശ്യമായ സാധനങ്ങൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്താനും ഓർഡർ ചെയ്യാനും സാധിക്കും. ഓൺലൈൻ ഷോപ്പിംഗിനൊപ്പം വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള അവസരവും ലുലു ഒരുക്കിയിട്ടുണ്ട്. വിവിധ കൂപ്പൺ കോഡുകളിലൂടെ വൻ ഡിസ്കൗണ്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പുതിയ ഓൺലൈൻ ഉപഭോക്താക്കൾ 50 റിയാലിൽ കൂടുതൽ തുകയ്ക്ക് ഷോപ്പിംഗ് നടത്തിയാൽ JDD എന്ന കോഡ് ഉപയോഗിച്ച് 10 റിയാൽ വരെ കിഴിവ് നേടാം. ഇതിനു പുറമെ ഷോപ്പിംഗ് തുകയ്ക്കനുസരിച്ച് കൂടുതൽ ലാഭം നൽകുന്ന മറ്റു കോഡുകളുമുണ്ട്. 200 റിയാൽ വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഈ കോഡുകൾ. ഗിഫ്റ്റ് കാർഡുകൾ ഒഴികെയുള്ള മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒന്നിലധികം ഓർഡറുകളിൽ ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താം. സുരക്ഷിതവും അതിവേഗത്തിലുള്ളതുമായ പണമിടപാടുകൾ ഉറപ്പാക്കുന്ന നൂതന പേയ്മെന്റ് രീതികളാണ് ലുലു ആപ്പിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ ഓർഡറും എത്രയും വേഗത്തിൽ കൃത്യതയോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ലുലു ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രവാസികളടക്കമുള്ള ഉപഭോക്താക്കൾക്ക് ലുലുവിന്റെ ഈ പുതിയ ഓൺലൈൻ മുന്നേറ്റം വലിയ ആശ്വാസമാകും. 24 ജിദ്ദ. തിരികെ സ്വാഗതം വാർത്തകളിലേക്ക്.
പശ്ചിമേഷ്യൻ സംഘർഷവും രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിയും ചർച്ച ചെയ്യാൻ ചേർന്ന സർവകക്ഷി യോഗത്തിൽ മോദി ട്രംപ് ചർച്ചയുടെ വിശദാംശങ്ങൾ തേടി പ്രതിപക്ഷം. യുദ്ധം എല്ലാവർക്കും ദോഷം ചെയ്യുമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടു എന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രതിപക്ഷത്തെ അറിയിച്ചു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം സർക്കാർ മറുപടി നൽകിയെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതായും യോഗത്തിന് ശേഷം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഊർജ്ജ ആവശ്യങ്ങൾക്കായി നിരവധി രാജ്യങ്ങളുമായി സമ്പർക്കത്തിലുണ്ടെന്നും കൂടുതൽ എണ്ണ ടാങ്കറുകൾ രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും സർക്കാർ യോഗത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ. ആവശ്യത്തിന് ഇന്ധനശേഖരമുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഭക്ഷണത്തിന് LPG ചാർജോ ഗ്യാസ് സർചാർജോ ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. ഇന്ധനം ആവശ്യമായ സ്റ്റോക്കുണ്ടെന്നും റിഫൈനറികൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പരിഭ്രാന്തരായ ഇന്ധനവും LPGയും വാങ്ങേണ്ട ആവശ്യമില്ല. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കില്ലെന്നും പെട്രോളിയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. पेट्रोल पंप को सप्लाई करने वाले टर्मिनल्स पर भी पर्याप्त मात्रा में उपलब्ध है, इसलिए अफवाहों पर विश्वास न करें और पैनिक बाइंग से बचें. मैं ये भी बताना चाहती हूँ कि पेट्रोल और डीजल के प्राइस में कोई बढ़ोतरी नहीं की गई है. LPG കരിഞ്ചന്തയിൽ വിൽക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുവെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. PNG കണക്ഷൻ അനുമതികൾ വേഗത്തിലാക്കാൻ അവശ്യ സാധന നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര കൃഷി മന്ത്രാലയവും ഉന്നതതല യോഗം ചേർന്നു. 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയാൻ ഒരു ദിവസം കൂടി. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസേർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ വോക്കൊരു പ്ലസ്. പള്ളിത്തർക്കത്തിൽ കോടതി വിധിക്ക് പിന്നാലെ ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് യാക്കോബായ സഭ. ആത്മാർത്ഥതയോടെയാണെങ്കിൽ പള്ളിത്തർക്കത്തിൽ ചർച്ചകൾക്ക് തടസ്സമില്ല എന്ന് ഓർത്തഡോക്സ് സഭയും പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്ത യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ പ്രശംസിക്കുകയും ചെയ്തു. യാക്കോബായ സഭയുടെ 6 പള്ളികൾ ഏറ്റെടുക്കാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇന്നലെ ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് യാക്കോബായ സഭാധ്യക്ഷന്റെ പ്രതികരണം. പള്ളികൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ നിലപാടിനെ വിമർശിച്ച കാതോലിക്ക ബാവ പരസ്പരം കലഹിക്കുന്നത് നിർത്തി സഹോദരങ്ങളെ പോലെ ജീവിക്കാമെന്നും പ്രതികരിച്ചു. അവകാശമില്ലാത്തതിന്റെ പിറകെ അവകാശം പറഞ്ഞു നടക്കുന്നത് അതൊരു താന്തോന്നിത്തരമാണ്. ആരുമായിട്ടും ഏത് ചർച്ചയ്ക്ക് തയ്യാറാണ്. ദേവലോകത്തെ ബാവയോട് നേരിട്ട് സംസാരിക്കാൻ ഐ എം റെഡി. ആത്മാർത്ഥതയോടെയാണെങ്കിൽ പള്ളിത്തർക്കത്തിൽ ചർച്ചയ്ക്ക് തടസ്സമില്ലെന്നായിരുന്നു ഇതിനോടുള്ള ഓർത്തഡോക്സ് സഭയുടെ മറുപടി. മലങ്കര സഭയെ വ്യവഹാരങ്ങളിലേക്ക് വലിച്ചിട്ടവർക്ക് തിരിച്ചറിവുണ്ടാകുന്നത് സ്വാഗതാർഹമെന്നും ഒളിയമ്പ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്ത യാക്കോബായ സഭ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആശ്വാസമായെന്നും പ്രധാനമന്ത്രിയുടെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതെന്നും വ്യക്തമാക്കി. 24 കൊച്ചി. കേരളത്തിൽ CPIM BJP അന്തർധാരയുണ്ടെന്ന് ആവർത്തിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രി പിണറായി വിജയന് BJPയുടെ രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയും കോഴിക്കോട് UDFന്റെ മഹാറാലിയിൽ പ്രഖ്യാപിച്ചു. കോഴിക്കോട് മുൻ ഡെപ്യൂട്ടി മേയർ P കിഷൻ ചന്ദ് കോൺഗ്രസിൽ ചേർന്നു. രാജ്യത്തെ മറ്റ് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന കേന്ദ്ര ഏജൻസികൾ കേരള മുഖ്യമന്ത്രിയെ തൊടാത്തത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഇത് BJPയുടെ രാഷ്ട്രീയ സംരക്ഷണമാണ് എന്ന് രാഹുൽ. Opposition leaders who fight the BJP are attacked, cases are put on them, they are interrogated. I have almost 40 cases against me and the BJP attacks me every second of every day. മതേതരത്വം എന്ന് പറയുന്ന CPIM എങ്ങനെ BJPയുമായി നീക്കുപോക്കുണ്ടാക്കുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചോദിച്ചു. People here say that there is a secret understanding between CPIM and BJP in Kerala and it has a name, Communist Janata Party. UDF തരംഗം ആഞ്ഞടിക്കുമെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും UDF മുന്നോട്ട് വെച്ച ഗ്യാരണ്ടികൾ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് VD സതീശനും പറഞ്ഞു.
മഹാറാലിയോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ ഇന്ദിരാ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചു. സച്ചിൻ പൈലറ്റ്, ദീപദാസ് മുൻഷി, KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, K സുധാകരൻ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും മഹാറാലിയിൽ പങ്കെടുത്തു. ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചും മോദിയെയും CPM-നെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പ്രസംഗം. വരും ദിവസങ്ങളിലും ഈ ആരോപണങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം. ടീം 24 കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചിത്രം തെളിയാൻ ഇനി ഒരു ദിവസം മാത്രം. നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ശേഷിക്കുന്ന വിമതരെയും തലവേദനയായ അപരന്മാരെയും പിൻവലിപ്പിക്കാനുള്ള ശ്രമം മുന്നണികൾ നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് 985 സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. 269 പത്രികകൾ തള്ളി. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റജി ചെറിയാൻ ആശ്വാസം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ റജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. സത്യം ജയിച്ചെന്നും പരാജയഭീതി കൊണ്ടാണ് LDF പരാതി നൽകിയതെന്നും റജി ചെറിയാൻ പ്രതികരിച്ചു. നമ്മുടെ രാജ്യത്തൊരു നിയമമില്ലേ, ആ നിയമം നടപ്പായി എന്നുള്ളതേ ഉള്ളൂ. പരാജയം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് നടക്കുന്ന LDF സ്ഥാനാർത്ഥിയുടെ ആ ഒരു വിഷമത്തിൽ ഉണ്ടായതാണ്, ഇതല്ല വേറൊന്നുമില്ല. കോഴിക്കോട് എലത്തൂർ മണ്ഡലത്തിലെ NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയുടെ രസീത് തട്ടിയെടുത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ജില്ലാ കളക്ടറുടെ പരാതിയിലാണ് നടപടി. നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചോ എന്ന ആരോപണം കോൺഗ്രസ് ആവർത്തിച്ചു. രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി കൊടുക്കാൻ LDF തയ്യാറായില്ല എന്നും വിമർശനം. 3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രോപ്പർട്ടി ടാക്സ് അടച്ച ഒരു ബിൽഡിംഗ് കഴിഞ്ഞ ഇലക്ഷനിൽ തൻ്റെ സ്വന്തം വീടാണെന്ന് പറഞ്ഞ് അഡ്രസ്സ് കൊടുത്ത ബിൽഡിംഗ് എന്തുകൊണ്ട് തൻ്റെ അഫിഡവിറ്റിൽ നൽകിയിട്ടില്ല? അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല. എൻ്റെ വക്കീലടക്കം, എൻ്റെ ഇലക്ഷൻ ഏജന്റ് അടക്കം, ഞാനടക്കം ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഒരു തുണ്ട് കടലാസിൽ പോലും ഒരു പരാതി കൊടുക്കാൻ, രാജചന്ദ്രസേനെതിരെ പരാതി കൊടുക്കുവാൻ LDF തയ്യാറല്ലായിരുന്നു. കണ്ണൂർ തോട്ടട പോളിടെക്നിക് കോളേജിൽ UDF സ്ഥാനാർത്ഥിയും SFI പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. അതിനിടെ വിമതരെയും അപരന്മാരെയും പിൻവലിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. ഇലക്ഷൻ ഡെസ്ക് 24. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDF-ൽ ആരാണ് ചതിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് PK ജയലക്ഷ്മി വ്യക്തമാക്കണമെന്ന് മാനന്തവാടിയിൽ NDA സ്ഥാനാർത്ഥി P ശ്യാംരാജ്. കോൺഗ്രസിൽ നിന്നാണോ ലീഗിൽ നിന്നാണോ ചതി നേരിട്ടത് എന്ന് വ്യക്തമാക്കണം. ഉഷാ വിജയൻ ലീഗിന്റെ നോമിനിയാണ് എന്നാണ് PK ജയലക്ഷ്മി പരോക്ഷമായി പറയുന്നതെന്നും P ശ്യാംരാജ് പറഞ്ഞു. കാളിദാസൻ ദേവദത്തൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളോടൊപ്പം മാനന്തവാടി മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്യാംരാജാണ് ചേരുന്നത്. ശ്യാമട്ട, കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെ UDF കൺവെൻഷനിടെ മുൻ മന്ത്രി PK ജയലക്ഷ്മി പറഞ്ഞൊരു പരാമർശമുണ്ട്. പിന്നെ മാനന്തവാടിയിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം എന്നുള്ളത് പരസ്യമായൊരു രഹസ്യമായിരുന്നു, പക്ഷേ അതിനെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു അവരുടെ ഒരു പ്രസ്താവന എന്നുള്ളത്. ഇത് വലിയ രീതിയിൽ ഈ UDF ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ഒരു മണ്ഡലത്തിൽ അവരെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഒരു മുൻ മന്ത്രിയാണ്. ഒന്ന് മുന്നണിക്കുള്ളിൽ നിന്ന് അവരെ പിന്നിൽ നിന്ന് ചവിട്ടി എന്നാണ് ശ്രീമതി PK ജയലക്ഷ്മി പറഞ്ഞത്. അത് മാനന്തവാടിയിൽ ഇതിനു മുമ്പ് തന്നെ അത്തരത്തിലുള്ള ആരോപണം നിലനിന്നിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PK ജയലക്ഷ്മി തോറ്റതിന് ശേഷം മാനന്തവാടിയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് അവരെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ പിന്നിൽ നിന്ന് കുത്തി തോൽപ്പിച്ചു എന്നുള്ളതായിരുന്നു. അപ്പോൾ ആരാണ് എന്നുള്ള ജയലക്ഷ്മി ഉത്തരം പറയട്ടെ. ഇപ്പോൾ ഉഷാ വിജയൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നേരെ പോയത് പള്ളി മാമുമാരെ കാണാൻ വേണ്ടിയിട്ടാണ്, മുസ്ലിം ലീഗുമായിട്ട് ചേർന്നിട്ട്. ഇവിടെ അനൗപചാരികമായിട്ട് പറയുന്നത് തന്നെ ഉഷാ വിജയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നാണ്, അവരുടെ നോമിനി എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് PK ജയലക്ഷ്മിയെ പിന്നിൽ നിന്ന് കുത്തിയത്? ആരാണ്? മുസ്ലിം ലീഗാണോ? പാർട്ടിയിലെ അവരുടെ ഗ്രൂപ്പ് തർക്കമാണോ എന്നുള്ള ജയലക്ഷ്മി തുറന്നു പറയട്ടെ. ഈ ഒരു സമയത്ത് അവരുടെ പോസ്റ്ററുകൾ പോലും പുഴയിലൊഴുക്കിയെന്നാണ് പറഞ്ഞത്. ഒരു മന്ത്രിയായിരുന്ന വ്യക്തിയുടെ പോസ്റ്ററുകൾ പോലും പുഴയിലൊഴുക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് വ്യക്തമാക്കണം. പാർട്ടിക്കുള്ളിലെ ആളുകളാണോ, അവരുടെ ഗ്രൂപ്പ് തർക്കമാണോ, അതോ ഈ പറഞ്ഞതുപോലെയുള്ള മുസ്ലിം ലീഗിനകത്തെ അവരെ എതിർക്കുന്ന വിഭാഗമാണോ, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഉഷാ വിജയനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുകൂടി പാർട്ടി മറുപടി പറയട്ടെ. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ താൻ BJP-യിലേക്ക് കൊണ്ടുവന്നേനെന്ന് മകളും തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയുമായ പത്മജ വേണുഗോപാൽ. K കരുണാകരന് കോൺഗ്രസ് മടുത്തിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. 24-ന്റെ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ ജൻസി മാനിഫെസ്റ്റോയിലായിരുന്നു പത്മജയുടെ പ്രതികരണം. ഇന്ന് K കരുണാകരൻ എന്നൊരു വലിയ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ ഇത്തരത്തിലൊരു പാർട്ടി മാറ്റം ഉണ്ടാകുമായിരുന്നോ? തീർച്ചയായും ഉണ്ടാകുമായിരുന്നോ? ഞാൻ അച്ഛനും കൂടി കൊണ്ടിരുന്നു. അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഒരു ധൈര്യമുള്ളൂ. അച്ഛനും അടുത്തിരുന്നു, കോൺഗ്രസ് ഭയങ്കരമായിട്ടും അടുത്തിരുന്നു. ഈ പ്രതികരണത്തോടെ ഇന്നത്തെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി.